അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ മാനന്തവാടി ഭാഗത്തു നിന്നും പുൽപ്പള്ളി ഭാഗത്തോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഇപ്പോൾ പയ്യമ്പൾ കൂടൽക്കടവ് പാലം കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോകുന്ന വഴി നമുക്ക് 2 കാടൊക്കെ കയറാനുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഇതാ എത്തിയത് കാട് സ്റ്റാർട്ടിൽ കയറി. നമ്മളെ കാട് സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മളെ ദാസനക്കര പാക്കം വഴിയുള്ള കാടാണിത്. അപ്പം നമ്മൾ മാനന്തവാടിയിൽ നിന്ന് പുൽപ്പള്ളിക്ക് പോകുമ്പോൾ നമുക്ക് 2 കാട് കവർ ചെയ്ത് പോകണം. ഇത് നമ്മൾ മാനന്തവാടിയിൽ നിന്ന് വരുമ്പോൾ ഫസ്റ്റ് കാട് ഇതാണ്, നമ്മളുടെ ദാസനക്കര പാക്കം വരുന്ന കാടാണ് കേട്ടോ. അതാണിത് കാട്. ഇവിടെ ആന അങ്ങനെ എല്ലാ മൃഗങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഇതുവരെ ഇവിടുന്ന് ആനേനൊന്നും കണ്ടിട്ടില്ല. അപ്പം നമ്മളിപ്പോൾ ഇതാ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. കണ്ടോ, അത് ആനയൊക്കെ കയറാണ്ടിരിക്കാനും വേണ്ടിയിട്ട് അപ്പുറത്ത് കുറച്ച് ഈ മറ്റേ ട്രൈബൽസിൻ്റെ കോളനിയൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ ആനകളൊക്കെ കയറാതിരിക്കാനും വേണ്ടിയിട്ട് അവർ പിന്നെ മറ്റേ പെൻസിലിങ് ഇട്ടതാണ് അതൊക്കെ. അപ്പം നമ്മൾ പുൽപ്പള്ളിയിലേക്കുള്ള റൂട്ടിന് നമ്മളിപ്പോൾ നമ്മളുടെ പാക്കം ആ ഏരിയയിലേക്കൊക്കെ പോകുന്ന വഴിയിലൂടെ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കുറുവ ഐലാൻഡിലോട്ട് പോകുന്ന ഒരു സ്പോട്ട് കാണാം. അവിടെ വെച്ചിട്ടാണ്, അവിടെ നിന്ന് ഇച്ചിരി കൂടി മുന്നോട്ട് പോയിട്ട് ഇതിൻ്റെ മുൻപ് ഒരാളെ വയനാട്ടിൽ ആന ചവിട്ടി കൊന്നില്ലേ, ഒരു പോളിനും പറഞ്ഞിട്ട് ഒരാളെ ആന ചവിട്ടി കൊന്നില്ലായിരുന്നോ? ആ ഭാഗം ആ വഴിയിലൂടെയാണ് പോകുന്നത് കേട്ടോ. കുറച്ചുകൂടി മുന്നോട്ട് പോകണം. ഏരിയ എത്തിയിട്ടില്ല, എത്തുമ്പോൾ ഞാൻ പറയാം കേട്ടോ. ഇതല്ലേ, ഇതാണ് കാട്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ 2 സൈഡിലൊക്കെ നോക്കും. രസമാണല്ലേ. പക്ഷെ പകല് നമുക്ക് ഭയങ്കര മനോഹരമാണ് കാഴ്ചകളൊക്കെ കാണാൻ. രാത്രിയായ ഭയങ്കര പേടിയാവട്ടെ. ഇതിലൂടെ ഒക്കെ പോകുമ്പോൾ ആനേൻ്റെ മുന്നിൽ പോയി ചാടുവോ വേറെ എന്തെങ്കിലും ഉണ്ടാവോ എന്നൊക്കെ ഭയങ്കര പേടിയാണ് നമുക്ക്. ഈ വഴിയായാലും ഈ കാട്ടും പ്രദേശത്ത് കൂടെ, ഏത് കാട്ടും പ്രദേശത്ത് കൂടെ പോവുകയാണെങ്കിൽ എനിക്ക് രാത്രി ഭയങ്കര പേടിയാണ് കേട്ടോ. ഇതുണ്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം നമ്മളിപ്പോൾ ഈ ഫസ്റ്റ് നമ്മൾ കയറിയ ദാസനക്കര പാക്കം ഇതിൽ പോകുന്ന ഫസ്റ്റ് കയറിയ കാട് ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ പോയി ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ, ഈ വളവ് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ ജനവാസ കേന്ദ്രമാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങ് ഈ കാട് അധികം ദൂരമില്ല, ഒരു 1.5 കിലോമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ. 1.5 കിലോമീറ്റർ ഇതിലൊക്കെ ഉണ്ടാവുള്ളൂ നമ്മുടെ ഈ റോഡ്. കണ്ടോ, ഇത് ജനവാസ മേഖലയിലെത്തി. ഇനി ഇവിടുന്ന് ഇച്ചിരി പോകുമ്പോൾ 2ാമത്തെ കാട് വരും. ഇതിപ്പോൾ നമ്മൾ പാക്കത്തെത്തി. നമ്മൾ പാക്കം പാസ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പ്ലേസാണ് ഇവിടെ. എല്ലാം നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. ഗ്രാമപ്രദേശങ്ങളാണ്. അതേമാതിരി കാടിനോട് ചേർന്ന പ്രദേശങ്ങളാണ് കേട്ടോ എല്ലാം. അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഏകദേശം പാക്കം കവർ ചെയ്തു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ 2ാമത്തെ കാടിലോട്ട് കയറാൻ പോവാണ്. ഇതല്ല മെയിൻ പാക്കം. ഈ കാടിൻ്റെ പേരെന്താ? ഇതാണ് കുറുവ. ഈ കാടിൻ്റെ പേര് കുറുവയാണോ? ഏതോ നമ്മൾ ഈ കുറുവ ഐലാൻഡ് കുറുവ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഏകദേശം ഒട്ടുമിക്ക മലയാളികളും കേട്ടിട്ടുണ്ടാവും. അപ്പം ആ കാടാണിത് കേട്ടോ. ആ കാട് സ്റ്റാർട്ടായി. നമ്മളെ മുന്നിൽ 2-3 വണ്ടികളൊക്കെ ഉണ്ട്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇവിടെയൊക്കെ ആയിട്ട് നല്ല അടിപൊളി പ്ലേസാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലമില്ലേ, നമ്മളുടെ ഒരാളെ കഴിഞ്ഞ വർഷം ഒരു ആന ചവിട്ടി കൊന്നു എന്നും പറഞ്ഞിട്ട്, കഴിഞ്ഞ വർഷമല്ല ഈ വർഷം തന്നെയാണ് അല്ലേ, ഈ വർഷം തന്നെ ഒരു പോളെന്നും പറഞ്ഞിട്ട് ഒരാളെ ആന ചവിട്ടിക്കൊന്നു എന്ന് പറഞ്ഞില്ലേ. അവർ ഇതേപോലെ ഈ കുറുവ ഭാഗത്തെ ഒരു ഗാർഡായിരുന്നു അയാൾ. അപ്പം നമ്മളിപ്പോൾ ഈ ബോർഡ് കാണുന്നുണ്ടല്ലേ, ഈ പുൽപ്പള്ളി കുറുവ ദ്വീപ് എന്നൊക്കെ പറഞ്ഞിട്ട് ആരോ കൊടുത്ത് കാണുന്നില്ലേ, ആ പോകുന്ന റോഡ് കണ്ടോ. ഒന്ന് സ്ലോ നോക്കിയോ. ഈ കാണുന്ന റോഡില്ലേ, നമ്മൾ കുറുവ ഐലൻഡിലൊക്കെ പോകുന്ന റോഡാണ്. അപ്പോൾ ഈ റോഡിന് കുറച്ചങ്ങ് പോയി കഴിഞ്ഞാൽ ഉള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് അയാൾ അന്ന് ആന ചവിട്ടി കൊന്നത് കേട്ടോ. അവിടെ കുറച്ച് ദൂരമുണ്ട്. അവിടെ
കുറച്ചുകൂടി പോയാൽ കുറച്ച് ട്രൈബൽസ് കോളനിയൊക്കെ കാണാൻ പറ്റും. ആ വഴിയൊക്കെ പോയിട്ടുണ്ടാവില്ല. നമുക്ക് ചേക്കാടി ആ വഴി അങ്ങോട്ടൊക്കെ പോകാം. സ്ഥലങ്ങളുണ്ട്. നമുക്ക് മറ്റൊരു യാത്രയിൽ പോകുമ്പോൾ ഞാൻ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ നേരെ പുൽപ്പള്ളിയിലോട്ടാണ് പോകുന്നത്. ഇപ്പം നമ്മൾ ഈ ഗാർഡൻ ഇതൊക്കെ ഒരു പ്രാവശ്യം ഇപ്പം നിങ്ങളൊക്കെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും. ഒരു ആന ഇറങ്ങി ഇങ്ങനെ വരുമ്പം ഒരു പട്ടി കുറച്ച് ബഹളം ഉണ്ടാക്കിയിട്ട് ആളുകളൊക്കെ ഒരു ആനനെ ഓടിച്ചു വിടുമ്പോൾ ഒരു കാറിൻ്റെ നേരെ ആന ചീറി അങ്ങനെ അടുത്തേക്ക് പിന്നെ വരുന്നൊരു വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അത് ഏകദേശം ഞാൻ കാണിച്ചൊരു ആ സ്പോട്ട് ആ ഭാഗത്തു നിന്നാണ് ആന കാറിൻ്റെ നേരെ വന്നത്. അതിപ്പോൾ ആളുകളുടെ ഒച്ചയെടുക്കലൊക്കെ കാരണം കൊണ്ടാണ് അന്ന് അയാൾക്കൊരു വൻ ദുരന്തം ഒഴിവായി കിട്ടിയത്. അയാൾ രക്ഷപ്പെട്ടു പോയത്. അത് അയാളൊരു അച്ഛനായിരുന്നു, ഒരു ഫാദറായിരുന്നു, പള്ളിയിലച്ഛനായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഏകദേശം ആ സ്ഥലം അടുക്കാറായിട്ടുണ്ട്. അവിടെ കുറിച്ചിപ്പറ്റല്ല അപ്പോൾ പേര്, അങ്ങോട്ട് പേര് കുറിച്ചിപ്പറ്റ എന്നാണ് പേര്. നമ്മുടെ ഈ വയനാട് മാനന്തവാടി പുൽപ്പള്ളി വഴിയൊക്കെ പോകുന്നവർക്കൊക്കെ ഇത് വ്യക്തമായിട്ട് അറിയുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാൻ ഈ കാണിച്ച് തരുന്നത് നല്ല ഇതിൻ്റെ ഭംഗി കണ്ടോ. ഈ ഇറങ്ങി വരുന്നില്ലേ, ഇതാ ഞാൻ ഇറങ്ങി വരുന്ന ഈ മരത്തിൻ്റെ ഈ ഭാഗമൊക്കെ ഇല്ലേ, ഇവിടെ നിന്ന് വന്നു. ഇവിടെ നിന്നാണ് ഈ വളവ് കഴിഞ്ഞ് നമ്മളെ പോസ്റ്റൊക്കെ കാര്യങ്ങൾ വരുന്നില്ലേ, ഇതാ ഈ ഭാഗത്ത് ഈ മരയില്ലേ കണ്ടോ, ഈ ഭാഗത്തു നിന്നൊക്കെ തന്നെയാണ് ആന. പിന്നെ അയാൾ കാറും കൊണ്ടിങ്ങനെ വരിക. ആ സ്കൂട്ടറുകൾ 2 സ്കൂട്ടർ വരുന്ന കണ്ടോ. അപ്പോൾ ആ ഭാഗത്തു നിന്ന് ആന ഇറങ്ങി വരിക. അപ്പോൾ ആ മുകളിൽ നിൽക്കുന്ന ഭാഗത്തു നിന്ന് ആളുകൾ ഒച്ചയെടുത്ത് ആനേനെ ഓടിച്ചു വിടുമായിരുന്നു. അപ്പോൾ ഈ കാറ് ഇവിടെ എത്തിയിട്ടുണ്ട്, ഈ ഭാഗത്ത് കാറ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആന കാറിൻ്റെ അടുക്ക് 2 പ്രാവശ്യം തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ആളുകൾ ഒച്ചയെടുക്കുമ്പോൾ ആന തിരിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്പോട്ടില്ലേ, ഈ സ്പോട്ട്, ഈ ചെറിയൊരു സ്പോട്ട്, ഈ സ്പോട്ടിൽ എന്താണെന്ന് വെച്ചാൽ ഇതിന് മുൻപ് ഒരു ആനക്കുട്ടി വീണിട്ട് അത് യൂട്യൂബിലൊക്കെ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ കുറിച്ചിപ്പറ്റ കഴിഞ്ഞു, നമ്മൾ ദേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നല്ല സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കണ്ടോ. അങ്ങ് നോക്കൂ, എന്ത് രസമുള്ള സ്ഥലങ്ങളാണെന്നൊക്കെ. ആ കാണുന്നതൊക്കെ കാടാണ് കേട്ടോ. ഇവിടെ ഇച്ചിരി ട്രൈബൽസൊക്കെ ആയിട്ട് താമസിക്കുന്ന കുറച്ചൊരു ഏരിയ ഉണ്ട് ഇവിടെ. അപ്പം നമ്മൾ കാറിൽ പോകുമ്പോഴാണ് ഇത് പിടിക്കുന്നത്, അതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ മാനന്തവാടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് ഈ യാത്ര. മാനന്തവാടിയിൽ നിന്ന് തുടങ്ങി ഇപ്പം നമ്മൾ 2 കാടുകൾ കഴിഞ്ഞു. ഇതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഏകദേശം പുൽപ്പള്ളി എത്താറായിട്ടോ. നമ്മൾ പുൽപ്പള്ളി എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. പോയിക്കൊണ്ട് നമ്മളത് പുൽപ്പള്ളി സ്കൂൾ സെൻറ്റ് ജോർജ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ മുന്നിലെത്തി. അപ്പം നമ്മളിങ്ങനെ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ അവസാനം നമ്മൾ പുൽപ്പള്ളി എത്തി. കേട്ടോ. നമ്മൾ പുൽപ്പള്ളി ടൗണിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ പുൽപ്പള്ളി. ഇതാണ് ഞങ്ങളുടെ പുൽപ്പള്ളി. കണ്ട പുൽപ്പള്ളി ഇതാണ് ഞങ്ങളുടെ പുൽപ്പള്ളി.